بالله من الشيطان الرجيم بسم الله الرحمن الرحيم والمؤمنون والمؤمنات بعضهم أولياء بعض يأمرون بالمعروف وينهون عن المنكر ويقيمون الصلاة ويؤتون الزكاة أولئك سيرحمهم الله إن الله عزيز حكيم. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന വിഷയം അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള പെരുമാറ്റം. ഇങ്ങനെ ഒരു വിഷയം ചർച്ച ചെയ്യാനുള്ള കാരണം ഈ അടുത്ത കാലം സ്ത്രീ പുരുഷന്മാർ പരസ്പരം ശത്രുക്കളാണ് എന്ന നിലയിൽ പരസ്പരം അവർക്ക് കാണാനോ സംസാരിക്കാനോ പാടില്ല എന്നൊരു പുതിയ വാദം നമ്മുടെ മുസ്ലിം ചെറുപ്പക്കാരിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ്. ഒരു പ്രചാരണം മാത്രം, തെളിവിന്റെ യാതൊരു പിൻബലവും ഈ വിഷയത്തിലില്ല എന്നതൊരു സത്യമാണ്. അവരവകാശപ്പെടുന്നത് ഞങ്ങള് മുജാഹിദുകളാണ് എന്നൊക്കെ. പക്ഷെ അതും ശരിയല്ല. മുജാഹിദുകൾക്കില്ലാത്ത ഒരുപാട് അനാചാര അന്ധവിശ്വാസങ്ങൾ അവർക്കുണ്ട് എന്നതൊരു വസ്തുതയാണ്. ഇസ്ലാം എന്ന് പറയുന്നത് സ്ത്രീകളും പുരുഷനും അടങ്ങുന്ന ഒരു സമൂഹം. സ്ത്രീ പുരുഷന്മാര് കഴിഞ്ഞ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ ഒരുപാട് വ്യത്യാസമുണ്ട്. ആ വ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ അവര് പരസ്പരം പെരുമാറേണ്ട കുറെ മര്യാദകളുണ്ട്. ആ മര്യാദകൾ പാലിക്കണം എന്നതൊഴിച്ച് അവർ തമ്മില് ഇസ്ലാമിക സഹോദര്യമോ കുടുംബ ബന്ധമോ അയൽവക്ക ബന്ധങ്ങളോ അല്ലെങ്കിൽ മുസ്ലിങ്ങൾ എന്ന നിലയിലുള്ള പരിചയങ്ങളോ നാട്ടുകാരെന്ന നിലയിലുള്ള പരിചയമോ പുതുക്കാൻ പാടില്ല എന്ന് ഇസ്ലാം എവിടെയും നിഷ്കർഷിച്ചു. ഒരു അന്യ പുരുഷൻ ഒരു അന്യ സ്ത്രീയോട് അല്ലെങ്കിൽ ഒരു അന്യ സ്ത്രീ ഒരു അന്യ പുരുഷനോട് സംസാരിക്കുന്നത് ഒന്നുകിൽ തന്റെ ആവശ്യം അറിയിക്കാനായിരിക്കും അവർ പരസ്പരം കാണുന്നതും സംസാരിക്കും, അല്ലെങ്കിൽ തിരിച്ചറിയാൻ വേണ്ടിയായിരിക്കും, അല്ലെങ്കിൽ ഇസ്ലാമിക സാഹോദര്യം എന്ന നിലയിലായിരിക്കും. ഈ മൂന്ന് നിലയിലും അന്യ സ്ത്രീ പുരുഷന്മാർ പരസ്പരം ബന്ധപ്പെടുന്നതിനെ ഇസ്ലാം വിരോധിക്കുന്നില്ല. അപ്പൊ ആളെ തിരിച്ചറിയാൻ ഒരു നോട്ടം ഏത് പെണ്ണിനെയും ഏത് അന്യ പുരുഷനും നോക്കാവുന്നത്, ആളെ മനസ്സിലാക്കാൻ വേണ്ടി. അതാണ് അള്ളാഹുവിന്റെ റസൂലും മരുമകൻ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഒരിക്കല് ഒരു യാത്രയില് ഒരു സ്ത്രീ അവരെ അഭിമുഖമായി വരുന്നുണ്ട്. അലി റളിയല്ലാഹു അൻഹു ആ സ്ത്രീയുടെ മുഖത്തേക്കൊന്ന് നോക്കി. ഇത് പ്രവാചകൻ അലി റളിയല്ലാഹു അൻഹുവിനെ ശ്രദ്ധിക്കുന്നുണ്ട്, മരുമകനാണല്ലോ. അവർ വേറെ ഇസ്ലാമിക സഹോദര്യ ബന്ധം, അത് വേറെ ബന്ധം. ആ നോട്ടം നോക്കി, പ്രവാചകൻ ഒന്നും പറഞ്ഞില്ല. പിന്നീട് തിരിഞ്ഞു നോക്കിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലൈക്കൻ നളറത്തുൽ ഊല, ഒന്നാമത്തെ നോട്ടം മാത്രമേ നിനക്ക് അനുവദനീയമുള്ളൂ. അപ്പൊ ഒരു പെണ്ണിനെ നോക്കാൻ പാടില്ല എന്നത് ഇസ്ലാമിക നയമല്ല. ഒരു നോട്ടം ഏത് പെണ്ണിനെയും നോക്കാം. രണ്ടാമത്തെ നോട്ടം നിനക്ക് അനുവദനീയമല്ല. ഇതാണ് പ്രവാചകൻ പറഞ്ഞത്. അപ്പൊ ഇത് ഒരാളെ തിരിച്ചറിയാൻ വേണ്ടി ഒരു നോട്ടം, ഒറ്റ നോട്ടം ആരെയും നോക്കാം എന്നതാണ്. അതുപോലെ തന്നെ ആവശ്യം അറിയിക്കാൻ വേണ്ടി ഒരു അന്യ പുരുഷന് ഒരു അന്യ സ്ത്രീയെ സമീപിക്കാം, അല്ലെങ്കിൽ ഒരു അന്യ സ്ത്രീക്ക് ഒരു അന്യ പുരുഷനെ സമീപിക്കാം. ഇന്ത്യയിലിരിക്കുന്ന പെണ്ണിനോട് പോലും സംസാരിക്കാം എന്നാണ് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറ 235 വചനത്തിൽ അള്ളാഹു അരുളുന്നത്. വലാ ജുനാഹ അലൈക്കും, നിങ്ങൾക്ക് കുറ്റമില്ല. ഫീമാ അറളതും മിൻ ഖിത്ബത്തിൻ നിസാഇ, സ്ത്രീകളെ വിവാഹ ആലോചന നടത്തുന്ന വിഷയത്തിൽ നിങ്ങൾക്ക് കുറ്റമില്ല. ഇന്ത്യയിലിരിക്കുന്ന ഒരു പെണ്ണിനോട് ഒരു അന്യ പുരുഷന് ചെന്ന് വിവാഹാലോചന നടത്താം, അവളുമായി സംസാരിക്കാം, അവളുമായി കാണാം, അതിന് വിരോധമില്ല. ഇത് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറ 235 വചനം. ഇതൊരാവശ്യമാണ്. അപ്പൊ ഒരു ആവശ്യം ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു ആവശ്യം സാമൂഹികമായിട്ടോ വ്യക്തിപരമായിട്ടോ ഒരു ആവശ്യം ഉണ്ടെങ്കിൽ ഒരു അന്യ പുരുഷന് ഒരു അന്യ സ്ത്രീയെ കാണാവുന്നതും അവളോട് സംസാരിക്കുന്നതുമാണ് സംസാരിക്കാനും ഇസ്ലാം അനുമതി കൊടുക്കുന്നുണ്ട്. ഇസ്ലാം നിരോധിച്ച ബന്ധം എന്ന് പറഞ്ഞാൽ ലൈംഗിക ചുവയുള്ള നോട്ടവും സംസാരവും. ഇതാണ് ഇസ്ലാം നിരോധിച്ചത്. പക്ഷെ ചില ആൾക്കാരെ എല്ലാം ലൈംഗികമായിട്ട് ചിന്തിക്കുക, ഒക്കെ ലൈംഗികമായ ആക്കിയിട്ട് ഇങ്ങനെ ഒക്കെ വേറെ പണിയൊന്നുമില്ല മനുഷ്യന്. ഈ ആൾക്കാർക്ക്
യഥാർത്ഥത്തിൽ ബുദ്ധി കമ്മിയുള്ള ആളുകളാണെന്ന് നമ്മൾ മനസ്സിലാകുന്നത്. ബുദ്ധി കമ്മിയാണ്, ഇസ്ലാമികമായിട്ടുള്ള വിവരവും ഇല്ല. ഇത് രണ്ടും കൂടിയും വന്നു കഴിഞ്ഞാൽ ജാതി ഒരാൾ വെട്ടിത്തത്ത് പെടും എന്നത് വസ്തുത. ഒരു മനുഷ്യനെ ലൈംഗികമായിട്ട് മാത്രമേ ചിന്തിക്കുള്ളൂ. മനുഷ്യന് എന്തെല്ലാം കാര്യം ഈ ദുന്യാവിലുണ്ട്. അതിലൊരു ചെറിയ കാര്യമാണിത്, ലൈംഗിക ബന്ധം എന്നുള്ളത്. അപ്പൊ ഈ നിലക്ക് അതാണ് ഖുർആൻ പറഞ്ഞത്, കൊല്ലൽ മോമിനീന യഗ്ളുദൂ മിൻ അബ്സാരിഹിം വയഹ്ഫദൂ ഫുറൂജഹും. നബിയെ, മുഅ്മിനീങ്ങളോട് അവരുടെ കണ്ണുകൾ താഴ്ത്താനും ബുദ്ധ്യാവയവങ്ങൾ സംരക്ഷിക്കാനും പറയണം എന്ന് പറയുന്നത് ഈ നിലക്കുള്ള പെരുമാറ്റത്തെ കുറിച്ചാണ് ഖുർആൻ പറയുന്നത്. അപ്പൊ കുല്ലിൽ മൂമിനാത്തി യഗ്ളുദൂന മിൻ അബ്സാരിഹിന്ന വയഹ്ഫദൂന ഫുറൂജഹുന്ന. മുഅ്മിനത്തുകളായ പെണ്ണുങ്ങളോട് നബിയെ പറയണം അവരവരുടെ കണ്ണുകൾ താഴ്ത്താനും ബുദ്ധ്യാവയവങ്ങൾ സൂക്ഷിക്കാനും. എന്താ നേരെ മറിച്ച് ഇസ്ലാമിക സാഹോദര്യ ബന്ധം നിലനിർത്താനുള്ള സംസാരവും നോട്ടവും ഇതും ഇസ്ലാം നിരോധിക്കുന്നില്ല. അതും വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. അതിനെ സംബന്ധിക്കുന്ന വചന ഞാൻ ആദ്യം നിങ്ങൾ ഓതിക്കേൾപ്പിച്ചത്. വൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്തി. ഈ വചനം സൂറത്തു തൗബയിലെ 71-ാമത്തെ വചനം. വൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്തി, സത്യവിശ്വാസികളും സത്യവിശ്വാസിനികളും. ബഅ്ളുഹും ഔലിയാഉ ബഅ്ള്, അവരിൽ ചിലർ മറ്റു ചിലരുടെ മിത്രങ്ങളാണ്. മിത്രം എന്ന് പറഞ്ഞാല് പരസ്പരം മിണ്ടാത്തോലും നോക്കാത്തോലും ഒന്നും അല്ലല്ലോ. മുഅ്മിനത്തുകളും മുഅ്മിനുകളും സത്യവിശ്വാസികളായ ആണുങ്ങളും സത്യവിശ്വാസിനികളായ പെണ്ണുങ്ങളും പരസ്പരം മിത്രങ്ങളാണെന്ന ഖുർആൻ പറഞ്ഞ്. ശത്രുക്കളല്ല, കണ്ട ഓടേണ്ടവരല്ല, മിത്രങ്ങളാണ്. യഅ്മുറൂന ബിൽ മഅറൂഫ്, അവർ നന്മ കൊണ്ട് കൽപ്പിക്കുന്നു. വയൻഹൗന അനിൽ മുൻകർ, തിന്മ കൊണ്ട് അവർ നിരോധിക്കുകയും പരസ്പരം നിരോധിക്കുകയും ചെയ്യുന്നു. വയുഖീമൂന സ്വലാത്ത, അവർ നമസ്കാരം നിലനിർത്തുന്നു. വയുത്തൂന സക്കാത്ത, നിർബന്ധമായ ദാനം, സാമ്പത്തികമായി നിർബന്ധമായി നൽകാനുള്ള സക്കാത്ത് ദാനം അവർ നൽകുകയും ചെയ്യുന്നു. ഉലൈക സയർഹമുഹുമുല്ലാഹ്, അത്തരക്കാരുടെ മേൽ അള്ളാഹു പിന്നീട് കരുണ ചെയ്യും, സ്വർഗം നൽകും എന്നർത്ഥം. ഇന്നല്ലാഹു ഗഫൂറുൻ അസീസുൻ ഹകീം, തീർച്ചയായും അള്ളാഹു പ്രതാപശാലിയാണ്, അഗാധജ്ഞാനിയും യുക്തിമാനും ഒക്കെയാണ്. ഇതാണ് ഖുർആൻ പറയുന്നത്. അപ്പൊ സത്യവിശ്വാസികളും സത്യവിശ്വാസിനികളും പരസ്പരം കണ്ടാൽ ഓടിക്കളയേണ്ടവരല്ല, പരസ്പരം ബന്ധുക്കളാണെന്നാണ് ഇവിടെ പറഞ്ഞത്. അപ്പൊ പരസ്പരം കാണലോ സംസാരമോ ഇസ്ലാം നിരോധിക്കുന്നില്ല, വിലക്കിയിട്ടില്ല. ഇസ്ലാം നിരോധിച്ചത് ലൈംഗികമായ ചുവയോട് കൂടിയുള്ള സംസാരങ്ങളാണ്. പ്രവാചകന്റെ ഭാര്യമാരോട് പോലും അന്യപുരുഷന്മാരോട് സംസാരിക്കണ്ടെന്ന് ഖുർആൻ പറഞ്ഞില്ല. പിന്നെന്താ പറഞ്ഞത്? കൊഞ്ചി കുഴഞ്ഞ് സംസാരിക്കരുത് എന്നാണ്, അത്രേ പറഞ്ഞിട്ടുള്ളൂ. യാ നിസാ അന്നബി ലസ്തുന്ന കഅഹദിൻ മിനൻ നിസാ ഇത്തഖൈതുന്ന ഫലാ തഖ്ളഅന ഫിൽ ഖൗലി വയത്മഅ അല്ലദീ ഫീ ഖൽബിഹി മർദുൻ വഖുൽന ഖൗലൻ മഅറൂഫാ. സൂറത്ത് അഹ്സാബിലെ 32-ാമത്തെ വചനം. യാ നിസാ അന്നബി, ഏ പ്രവാചകന്റെ ഭാര്യമാരെ, ലസ്തുന്ന കഅഹദിൻ മിനൻ നിസാ, നിങ്ങൾ ലോകത്തുള്ള ഒരു സ്ത്രീകളെ പോലെയുമല്ല, നിങ്ങൾ മാതൃകകളാണ് ലോകത്തിന്. അതുകൊണ്ട് നിങ്ങൾ മറ്റുള്ള സ്ത്രീകളെക്കാൾ സൂക്ഷ്മത പുലർത്തേണ്ടതുണ്ട് എന്നാ ഖുർആൻ പറയാതെ പറയുന്നത്. ഇനിത്തഖൈതുന്ന, നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്നുവെങ്കിൽ ഫലാ തഖ്ളഅന ഫിൽ ഖൗലി, മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ കൊഞ്ചിക്കുഴഞ്ഞ് സംസാരിക്കരുത് എന്നല്ല പറയുന്നത് ഖുർആൻ. കൊഞ്ചിക്കുഴഞ്ഞ്, അവര് വൈകാരികമായിട്ടുള്ള ലൈംഗിക ചുവയോട് കൂടിയുള്ള സംസാരം വരുത് എന്നാണ് അവരോടുള്ള കൽപ്പന. അങ്ങനെ സംസാരിച്ചാൽ എന്താ അപകടം? മറന്നുൻ, മനസ്സിലെ രോഗമുള്ള ചില ആൾക്കാരുണ്ട്. ആ രോഗം നമ്മൾ ചീരാപ്പെന്നൊക്കെ പറയുമല്ലോ. ആ രോഗമുള്ള ആൾക്കാർ നിങ്ങളിൽ കൊതിച്ചു പോകും അങ്ങനെ കൊഞ്ചി കുഴഞ്ഞ് സംസാരിച്ചാൽ. വഖുൽന ഖൗലൻ മഅറൂഫ, നിങ്ങൾ നല്ല വാക്ക് പറയണം. അപ്പൊ സംസാരിക്കണം നല്ല നിൽക്കുന്ന. അപ്പൊ പ്രവാചകന്റെ ഭാര്യമാരോട് പോലും ലോകത്തുള്ള മറ്റുള്ള സ്ത്രീകളെ പോലെ നിങ്ങളല്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സംസാരിക്കുന്നതിൽ അള്ളാഹ്ക്ക് വിരോധമില്ല. പക്ഷെ എങ്ങനെയാകണം? കൊഞ്ചി കുഴഞ്ഞ് പറയരുത്. അപ്പൊ അന്യപുരുഷന്മാരെ കാണലോ സംസാരിക്കലോ ഇസ്ലാം വിലക്കിയിട്ടില്ല എന്ന് സൂറത്ത് അഹ്സാബിലെ 32-ാമത്തെ വചനം നമ്മെ ബോധ്യപ്പെടുന്നു. ഈ വചനം വിശദീകരിച്ചുകൊണ്ട് ഇമാം ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ ഉദ്ധരിക്കുന്നത്, ലാ തുഖാത്തബുൽ മർഅത്തുൽ അജാനിബ കമാ തുഖാത്തബു സൗജഹ, തന്റെ ഭാര്യമാരോട് സംസാരിക്കുന്നത് പോലെ, ഭർത്താവിനോട്
തന്റെ ഭർത്താവിനോട് ഒരു ഭാര്യ സംസാരിക്കുന്നത് പോലെ അന്യപുരുഷന്മാരോട് ഒരു പെണ്ണ് സംസാരിക്കരുത്. അപ്പൊ ഭർത്താവിനോട് കൊഞ്ചിക്കുഴഞ്ഞും ഏത് നിലക്ക് എല്ലാ സ്വകാര്യം പറയാം. ഇതേമായിട്ട് അന്യപുരുഷന്മാരോട് സംസാരിക്കരുത്. സംസാരിക്കുന്നതിനല്ല വിരോധം, അതിന്റെ രീതിയാണ്. അപ്പൊ ഇബ്നു കസീർ 3-ാം വാല്യം 482. അതുപോലെ ഭർത്താവിന് ഭാര്യയുടെ സഹോദരിമാരോട് സംസാരിക്കാനോ അവരെ കാണാനോ പാടില്ല. ഈ അടുത്ത കാലത്ത് ചില ചെറുപ്പക്കാര് താടി നീട്ടി വന്നിട്ട് ഉള്ള അവരെ പുതിയ വാദങ്ങളതൊക്കെ. എന്താണ് വാദം? ഭർത്താവിന് ഭാര്യയുടെ സഹോദരിമാരോട് അവരിലേക്ക് നോക്കാനോ സംസാരിക്കാനോ പാടില്ല, അവരെ കാണാൻ പാടില്ല. ഭാര്യക്ക് ഭർത്താവിന്റെ സഹോദരന്മാരോട് മിണ്ടാനോ അവരെ കാണാനോ പാടില്ല. അതുപോലെ ജ്യേഷ്ഠന് അനുജന്റെ ഭാര്യയോട് സംസാരിക്കാനോ അവളിലേക്ക് നോക്കാനോ പാടില്ല. അനുജന് ജ്യേഷ്ഠന്റെ ഭാര്യയോട് സംസാരിക്കാനോ അവളിലേക്ക് നോക്കാനോ പാടില്ല. ഇവലൊക്കെ ഈ ആലമുല്ല അറുവ എന്ന നൂലിലൂടെ ഇറങ്ങിയ ആൾക്കാരാ. ഈ ദുന്യാവേറ്റ ഒരു ബന്ധുവില്ല. അങ്ങോട്ട് പറയന്നെ. ഇതാണ് യഥാർത്ഥത്തിൽ ഇതാ തീവ്രവാദം എന്ന് പറയുന്നത്. ഇസ്ലാമിൽ ഇല്ലാത്ത കുടിസുണ്ടാക്കിയിട്ട് ഒരു വീട്ടില് കുഴപ്പമുണ്ടാക്കുക, പരസ്പരം കുഴപ്പം മാത്രമല്ല പരസ്പരം തെറ്റിദ്ധാരണയും ഒക്കെ ഉണ്ടാക്കി. ഇതൊന്നും അല്ലല്ലോ ദീന്. ദീൻ എന്ന് പറഞ്ഞ വളരെ വിശാലാണ്. എപ്പോഴും പുഞ്ചിരി, എപ്പോഴും നമ്മുടെ ബാക്കിയുള്ള ആളുകളുള്ള സ്നേഹം ഒക്കെ വൈകാരികല്ലല്ലോ. ലൈംഗിക വികാരത്തിലൊന്നും ആർക്കില്ല. അത് വളരെ കുറഞ്ഞ ആളുകൾ മാത്രമേ ഈ രംഗത്തുള്ളൂ. എല്ലാരും ഇതിന്റെ ആൾക്കാരൊന്നും അല്ല. അപ്പൊ ഈ നിലക്ക് സ്വന്തം ജ്യേഷ്ഠാനുജന്മാരുടെ ഭാര്യമാരോട് ജ്യേഷ്ഠന്റെ ഭാര്യയോട് അനുജന് സംസാരിക്കാൻ പാടില്ല, ജ്യേഷ്ഠന്റെ ഭാര്യക്ക് അനുജനോട് സംസാരിക്കാൻ പാടില്ല. ഇങ്ങനൊക്കെയുള്ള കുറെ നമ്മളെ നാട്ടില് ഈ കുടുംബത്തിൽ തന്നെ ഇതിന്റെ പേരിൽ കുഴപ്പമുള്ളത് എനിക്കറിയാം. എന്റെ അടുത്ത് വരെ ഈ ഇത്തരം കുഴപ്പങ്ങളുള്ള പല വീടുകളുണ്ട്. ഇതൊക്കെ ഇപ്പൊ ഇറങ്ങിയതാ, മുൻകാലത്തൊന്നുമില്ല. ഈ ചില അറബികൾക്ക് പൂർവികമായിട്ട് അന്ധമായ ഒരുപാട് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഉണ്ട്. അതൊക്കെ കണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് പിന്നെ നേതാക്കന്മാര് കാശിന് വേണ്ടിയാണ് അവരിതൊക്കെ ഉണ്ടാക്കിയത്. അവരുടെ ലക്ഷ്യം വേറെ. പക്ഷെ അത് ഇവർക്ക് അറിയില്ല, അനുയായികൾക്ക് അറിയില്ല. എന്നിട്ട് ഓല് കൊണ്ടുവരുന്ന അറബികളെ അനാചാരങ്ങൾ ഇവിടെ ഈ കേരളത്തില് നടപ്പാക്കുകയാണ് ഇവർ ചെയ്യുന്നത്. അപ്പൊ നമ്മള് ഏത് വിഷയം പറയാൻ കൃത്യമായിട്ടുള്ള തെളിവിന്റെ അടിസ്ഥാനത്തിൽ, ഇസ്ലാമിൽ ഏത് വിഷയത്തിനും കൃത്യമായിട്ട് തെളിവ് വേണം. തെളിവില്ലാതെ ഒരു കാര്യം നമ്മൾ പറയില്ല. അപ്പൊ ഈ നിലക്ക് ഇതിനൊന്നും ഈ പറഞ്ഞതൊന്നും ഇസ്ലാം നിരോധിച്ചതല്ല. ആയിഷ റളിയല്ലാഹു അൻഹയുടെ അനുജത്തി അസ്മാ റളിയല്ലാഹു അൻഹ പ്രവാചകൻ സംസാരിച്ചിരുന്നു. എപ്പോഴും നബിന്റെ അടുത്ത് വന്നിരുന്നു, പല കാര്യങ്ങളും പറഞ്ഞിരുന്നു. ഹദീസുകള് അബൂദാവൂദിലെ ഹദീസ് വെച്ചാൽ കാണാം. പല പണ്ഡിതന്മാരും ആ ഹദീസ് എടുത്ത് ഉദ്ധരിച്ചിട്ടാണ് ഇമാം ഖുർത്തുബിയെ പോലെയുള്ള മുഹദ്ദിസുകള് പെണ്ണിന് മുഖവും മുൻകൈയും ഒഴിച്ചുള്ള ഭാഗങ്ങളൊക്കെ മറക്കണം എന്ന് ഫത്വ കൊടുത്തത് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ്. കാരണം എന്താ? പ്രവാചകന്റെ മുന്നിൽ വരുമ്പോൾ അവര് മുഖവും മുൻകൈയും മാത്രമേ പുറത്ത് കാണിച്ചിരുന്നുള്ളൂ. അതാണ് ആയിഷ റളിയല്ലാഹു അൻഹ, ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, അന്ന അസ്മാ ബിന്തു അബീ ബക്കർ റളിയല്ലാഹു അൻഹു, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മകൾ അസ്മാ റളിയല്ലാഹു അൻഹ ദഖല അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, പ്രവാചകന്റെ അടുക്കൽ പ്രവേശിക്കുകയുണ്ടായി. വലൈഹ തിയാബുൻ റിഖാഖുൻ, അവൾ ധരിച്ചിരുന്നത് ഒരു നേർത്ത വസ്ത്രമാണ്. നേർത്ത വസ്ത്രം എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയാലോ, ശരീരത്തിന്റെ ഉള്ളിലുള്ള ചില ഭാഗങ്ങളൊക്കെ കാണുന്ന വിധത്തിലുള്ള ഒരു വസ്ത്രം ധരിച്ചിട്ടാണ് പ്രവാചകന്റെ അടുക്കൽ വന്നത്. നബി അത് ഇഷ്ടപ്പെട്ടില്ല. നബിന്റെ അടുക്കൽ വന്നതുകൊണ്ടല്ല നബി അത് ഇഷ്ടപ്പെടാവുന്നത്. ഈ വസ്ത്രം, ഈ നേർത്ത വസ്ത്രം ധരിച്ചുകൊണ്ട് വന്നപ്പോൾ അന്ന അത് ധരിച്ചു വന്നപ്പോ നബി അവളിൽ നിന്നും തിരിഞ്ഞു കളഞ്ഞു. കാല, എന്നിട്ട് അവരോട് പറഞ്ഞു, യാ അസ്മാൽ, അസ്മായെ, ഇന്നൽ മറഅത ഇദാ ബലഗത്തിൽ മഹിള, തീർച്ചയായും പെൺകുട്ടികൾക്ക് പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ ലൻ യസ്ലുഹ അൻ യുറാ മിൻഹ, അവളിൽ നിന്നും കാണുന്നത് നല്ലതല്ല. ഇല്ല ഹാദാ, ഇതല്ലാതെ. വഅശാറ ഇലാ വജ്ഹിഹി വകഫൈഹി, നബി തന്റെ മുഖത്തേക്കും മുൻകൈകളേക്കും സൂചന നൽകിക്കൊണ്ട് ഈ മുഖവും മുൻകൈയും അല്ലാത്ത ഒരു ഭാഗവും അവർ പുറത്ത് കാണിക്കുന്നത് ശരിയല്ല, ഇന്ന് ഇത്തരം നേർത്ത വസ്ത്രങ്ങൾ ധരിക്കാൻ പാടില്ല എന്ന നിലക്ക് അവളെ ഉപദേശിച്ചതായി
അബൂദാവൂദ് ഉദ്ധരിച്ച ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ഇമാം ഖുർത്തുബി പറയാം, വഹാദൽ ഹദീസു ദലീലുൻ, ഈ ഹദീസ് തെളിവാണ്. എന്തിന്? അലാ അന്നൽ മർഅത, തീർച്ചയായും ഒരു പെണ്ണിന് ഖദ് യുൽഹിറു വജ്ഹഹ വകഫൈഹ, ഒരു പെണ്ണിന് അവളുടെ മുഖവും രണ്ട് മുൻകൈകളും വെളിവാക്കാം എന്നീ ഹദീസ് തെളിവാണ് എന്ന് ഇമാം ഖുർത്തുബി തന്റെ തഫ്സീറിന്റെ പേര് അൽ ജാമിഉ ലി അഹ്കാമിൽ ഖുർആൻ സൂറത്തു നൂറിന്റെ 31-ാം വചനത്തിന്റെ തഫ്സീറില് ഇമാം ഖുർത്തുബി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ പെണ്ണിന് മുഖം മറക്കേണ്ട ആവശ്യമില്ല, മുൻകൈകളും മറക്കേണ്ട ആവശ്യമില്ല. അത് അള്ളാഹും റസൂലും അവർക്ക് വിട്ടുവീഴ്ച ചെയ്ത് കൊടുത്ത കാര്യമാണ്. അത് ഔറത്തിൽ പെടൂല. ഈ വിഷയത്തെ പറ്റി ഇമാം നബവി, ആരാ ഇമാം നബവി? ഷാഫിഈ മദ്ഹബിലെ 2ാം ഷാഫി എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാൻ. ഇന്നഹു യുബാഹു ലഹു നളറു ഇലാ വജിഹ വകഫൈഹ, ഒരു പെണ്ണിന്റെ മുഖത്തേക്കും മുൻകൈകളിലേക്കും നോക്കൽ പുരുഷൻ അനുവദനീയമാണ്. ഇവരെടുത്ത അറാമ. ഒരു വിവരമില്ലാത്ത, അറബി ഭാഷ അർക്കത്തിട്ടാൽ പോലും വായിക്കാൻ അറിയാത്ത ചില ആൾക്കാർ പറയാ ഹറാമ്. ഇമാം നബവിയെ പോലെയുള്ള ഇൽമിന്റെ ബഹറുകൾ പറയാം അത് അനുവദനീയ. എന്താണ് വിവരമില്ലാത്തവൻ എന്തും പറയാം. നിലക്ക് ഇമാം നബവി പറയാ യുബാഹു ലഹു നളറു, ഒരു പുരുഷൻ അനുവദനീയമാണ് നോക്കല്. വജിഹ വകഫൈഹ, ഒരു പെണ്ണിന്റെ അന്യ പെണ്ണിന്റെ മുഖത്തേക്ക് നോക്കല്. കഫൈഹ, മുൻകൈകളിലേക്ക് നോക്കലും. ശറഹ് മുസ്ലിം 9-ാം വാല്യം 210-ാം പേജിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലേ നമ്മളെ മാതൃക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം കുടുംബത്തിൽപ്പെട്ട സ്ത്രീകളുടെ രോഗമല്ല, അന്യ സ്ത്രീകളുടെ രോഗം പോലും ഇവരൊക്കെ ബോധം കെടും. ഈ ആൾക്കാര് അന്യ സ്ത്രീകളുടെ രോഗം ഒരു അന്യ പുരുഷൻ സന്ദർശിക്കാന്ന് കേട്ടാൽ ഇവർക്ക് ബോധം കെട്ടും. പക്ഷെ പ്രവാചകന്റെ ചര്യ അങ്ങനെ ആകുന്നതുകൊണ്ട് ബോധം കെടേണ്ട ആവശ്യമില്ല. അത് നമ്മൾ പറയണ്ടേ. ഒരു വിവരമില്ല ഇവർക്കൊന്നും. എന്തെങ്കിലും ഒന്ന് പഠിക്കണ്ടേ. ഒരു താടി നീണ്ട ആള് എന്തെങ്കിലും ഒരു അബദ്ധം പറഞ്ഞു കൊടുത്താൽ അത് അപ്പടി അന്ധമായി അനുകരിച്ച് വഴി വെക്കാന്നുള്ളതല്ലാതെ എന്തെങ്കിലും സ്വയം പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ ഇവർക്ക്. റസൂലുള്ള അന്യ പെണ്ണുങ്ങളുടെ, ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസ്, ബുഖാരിയും മുസ്ലിമിലും വലിയ സഹിഹ ഹദീസ് ലോകത്തില്ലല്ലോ. അസഹുൽ കുത്തുബി ബഅദ കിതാബില്ലാഹി തആല, അസ്സഹീഹുൽ ബുഖാരി എന്നല്ല പണ്ഡിതന്മാരൊക്കെ പറഞ്ഞത്. അള്ളാഹിന്റെ ഗ്രന്ഥത്തിന് ശേഷം ഏറ്റവും സഹിയായ ഗ്രന്ഥം ഇമാം ബുഖാരിന്റെ ഹദീസാണ്. ആ ബുഖാരിയിലെ ഉമ്മുൽ അലാഇ കാലത്ത്, ഉമ്മുൽ അലാ എന്ന പെണ്ണ് പറയാ, റസൂലുള്ളാഹിന്റെ അമ്മായും ഏളാമി മൂത്തമ്മി ഒന്നല്ല ഉമ്മുൽ അലാ, ഒരു അന്യസ്ത്രീയാ. ആദനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാന മരീളുൻ, ഞാൻ രോഗിയായിരിക്കെ അള്ളാഹുവിന്റെ റസൂൽ എന്നെ സന്ദർശിച്ചു. അബൂദാവൂദ് ഉദ്ധരിച്ച ഹദീസ്. ഉമ്മുൽ അലാ പറയാം, അന്യ പുരുഷന്മാർ അന്യ സ്ത്രീകളുടെ രോഗം സന്ദർശിച്ചിരുന്നു. നബി മാത്രല്ല മറ്റുള്ള സഹാബിമാരും സന്ദർശിച്ചിരുന്നു. അതിനും തെളിവുണ്ട്. ലമ്മ മരിളത്ത് ഫാത്തിമ റളിയല്ലാഹു അൻഹ, പ്രവാചകന്റെ പുത്രി ഫാത്തിമ റളിയല്ലാഹു അൻഹ രോഗിയായപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ രോഗം സന്ദർശിക്കാൻ വേണ്ടി, അവർ തമ്മിൽ ബന്ധമൊന്നുമില്ല, രോഗം സന്ദർശിക്കാൻ വേണ്ടി അബൂബക്കർ റളിയല്ലാഹു അൻഹു വന്നു. ഫസ്തഅദനഹു, അങ്ങനെ അനുവാദം ചോദിച്ചു. അപ്പൊ ഒന്നപ്പോ അലി റളിയല്ലാഹുവിനോടുണ്ട്, അലി റളിയല്ലാഹുവിനോട് അനുവാദം ചോദിച്ചു. ഫഖാല അലിയുൻ, അപ്പോൾ അലി റളിയല്ലാഹു പറഞ്ഞു, യാ ഫാത്തിമ ഹാദാ അബൂബക്കർ യസ്തഅദിനു അലൈകി, അബൂബക്കർ റളിയല്ലാഹു താങ്കളോട് താങ്കളുടെ രോഗം കാണാൻ വേണ്ടി അനുവാദം ചോദിക്കുന്നു, അനുവാദം കൊടുക്കണോ എന്ന് ഫാത്തിമ റളിയല്ലാഹുവിനോട് ചോദിക്കാണ്. കാലത്ത് അവർ പറഞ്ഞു, അതുഹിബ്ബുൻ ആദനലഹു, ഞാന് അദ്ദേഹത്തിന് അനുവാദം കൊടുക്കുന്നത് താങ്കൾക്ക് ഇഷ്ടമാണെങ്കിൽ എനിക്ക് വിരോധമില്ല, ഭർത്താവിന് ഇഷ്ടമാണോ? കാലനാം, അലി റളിയല്ലാഹു പറഞ്ഞു, അത് എനിക്ക് ഇഷ്ടമാണ്. അങ്ങനെ അബൂബക്കർ റളിയല്ലാഹു രോഗം കണ്ട് തിരിച്ചുപോയി. ഇത് ഇമാം ദഹബി സിയറു അഅ്ലാമിൻ നുബലാ എന്ന ഗ്രന്ഥം 2-ാം വാല്യം 121-ാം പേജിലുണ്ട്. ഈ സംഭവം ഇബ്നു ഹജർ അസ്ഖലാനി ഫത്ഹുൽ ബാരിയിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്ക്. ഇനി വേറൊരു സംഭവം, അന്യപുരുഷന്മാർ അന്യ സ്ത്രീകളുടെ രോഗം കാണാൻ സന്ദർശിച്ച ഒരു സംഭവം. ഇബ്നു അബി മുലൈക്ക റളിയല്ലാഹു അൻഹു പറയാം,
അന്ന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇസ്തഅദന അല ആയിഷ ഖബല മൗതിഹാ ആയിഷ റളിയല്ലാഹു അൻഹയുടെ മരണത്തിന് മുമ്പ് അവരുടെ രോഗം സന്ദർശിക്കാൻ വേണ്ടി അനുവാദം ചോദിച്ചു. വഹിയ മഗ്ലൂബത്തുൻ, അവർ രോഗത്തിന്റെ ആധിക്യത്തിലാണ്. ഫഖീല, അവരോട് ആരോ പറയപ്പെട്ടു. ആയിഷ റളിയല്ലാഹു അൻഹയോട് ആരോ പറഞ്ഞു, ഇബ്നു അമ്മി റസൂലില്ല യസ്തഅദിനുക്കി, അള്ളാഹുവിന്റെ റസൂലിന്റെ പിതൃപുത്രൻ, പിന്നെ പിതൃസഹോദര എളാപ്പയുടെ മകൻ താങ്കളുടെ രോഗം കാണാൻ അനുവാദം ചോദിക്കുന്നുണ്ട്. കാലത്ത് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഇദ്നൂ ലഹു, അദ്ദേഹത്തിന് അനുവാദം നൽകുക. കാല, അങ്ങനെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു രോഗം സന്ദർശിക്കാൻ ആയിഷ റളിയല്ലാഹു അൻഹയുടെ മുന്നിലെത്തി. കാല, അദ്ദേഹം ചോദിച്ചു, കൈഫ തജിദീനക്കി, എങ്ങനുണ്ട് രോഗം? കാലത്ത് ബിഖൈർ, ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, എനിക്ക് സുഖാണ് എന്ന് പറഞ്ഞു. കാല അൻതി ബിഖൈറിൻ ഇൻഷാ അല്ലാഹ്, അല്ലാഹു ഉദ്ദേശിക്കുന്ന പക്ഷം നിങ്ങൾക്ക് സുഖമായി, നിങ്ങൾക്ക് രോഗം സുഖപ്പെടും. ഇത് ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്. അപ്പൊ ഇതുപോലെ പ്രവാചകൻ മാത്രല്ല മറ്റുള്ള സഹാബികളും അന്യ സ്ത്രീകളുടെ രോഗം സന്ദർശിക്കാറുണ്ടായിരുന്നു. ഇവരെടുത്തതൊക്കെ ഹറാമാണ്, മനസ്സിലാക്കണം. ഇനി അന്യ സ്ത്രീകൾ അന്യ പുരുഷന്മാരുടെ രോഗവും സന്ദർശിച്ചു മറിച്ചുണ്ടായിരുന്നു. അതിന് ഒന്ന് രണ്ട് സംഭവം ഞാൻ പറയാം. സഹീഹ് ബുഖാരി പരിശോധിച്ചാൽ ബാബു ഇയാദത്തിൻ നിസാഇ റിജാല, പെണ്ണുങ്ങൾ പുരുഷന്മാരെ സന്ദർശിച്ച അധ്യായം എന്ന് പറഞ്ഞിട്ടൊരു ബാബന്നുണ്ട് ബുഖാരിയിൽ. കാണണ്ടേ? താടിന്റെ നീളം നോക്കിയിട്ട് ഇസ്ലാമിനെ കണക്കാക്കിയ പോയത്താണ്. കാരണം ഈ താടി നീട്ടി ഈ വയറു വരുന്നവരൊന്നും മതം പഠിച്ചോലല്ല, പലരും നമുക്കറിയാം, പഠിച്ചോലും ആ കൂട്ടത്തിലുണ്ട്. പക്ഷെ ഒരു കുറച്ച് കാര്യം മറിച്ചെക്കുന്നോല. ഈ തെളിവൊക്കെ ബുഖാരി മുസ്ലിമൊക്കെ ഉദ്ധരിച്ചതല്ലേ. ഇതൊക്കെ കിതാബിൽ എന്തിനാ രേഖപ്പെടുത്തിയത്? ഇവർക്ക് തോന്നിയാസം കാണിക്കാനാ? അല്ലല്ലോ. അപ്പൊ ഈ നിലക്ക് ഒരു അധ്യായം സഹീഹ് ബുഖാരി ഫത്ഹുൽ ബാരി 12-ാം വാല്യം 692-ാം പേജ് നോക്കുക, ഇത് കാണാം. എന്താണ്? ബാബു ഇയാദത്തിൻ നിസാഇ റിജാല, സ്ത്രീകൾ പുരുഷന്മാരുടെ രോഗം സന്ദർശിക്കുന്ന അധ്യായം എന്ന് പറഞ്ഞിട്ട് ഒരു അധ്യായം അതിലുണ്ട്. ആ അധ്യായത്തിൽ ഒരു ഹദീസ്, ആയിഷ റളിയല്ലാഹു അൻഹാ കാലത്ത് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ലമ്മാ ഖദിമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മദീനത വഅക അബൂബക്കർ വബിലാലൻ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനും ബിലാൽ റളിയല്ലാഹു അൻഹുവിനും പനി ബാധിച്ചു മദീനയിലെത്തിയപ്പോൾ. കാലത്ത് അവർ പറഞ്ഞു, ഞാൻ അവരുടെ രണ്ടുപേരുടെ അടുക്കൽ പ്രവേശിച്ചു. അബൂബക്കർ റളിയല്ലാഹു അൻഹു ആയിഷ റളിയല്ലാഹു അൻഹയുടെ പിതാവാ. ബിലാലോ ഒന്നുമല്ല, നീഗ്രോ അടിമ, ഒരു ബന്ധം അവരൊന്നുമില്ല. രണ്ടാളെടുത്തും പ്രവേശിച്ചു എന്ന് മാത്രല്ല, പ്രിയപ്പെട്ട പിതാവേ, ഉപ്പ, എങ്ങനുണ്ട് നിങ്ങളുടെ രോഗം? വയാ ബിലാൽ, ബിലാൽ, കൈഫ തജിദുക്ക, എങ്ങനുണ്ട് രോഗം എന്ന് അവരുടെ രോഗം അന്വേഷിച്ചു ആയിഷ റളിയല്ലാഹു അൻഹ. ഇത് ഇമാം ബുഖാരി 5654-ാം നമ്പറായിട്ട് ഉദ്ധരിച്ച ഹദീസാണ്. ഇനി മറ്റൊരു സംഭവം, വാദത്ത് ഉമ്മു ദർദാ എന്ന പെണ്ണ് സന്ദർശിച്ചു റജുലൻ മിൻ അഹ്ലിൽ മസ്ജിദ് മിനൽ അൻസാരി, അൻസാരികളിൽപ്പെട്ട ഒരു പള്ളിയുമായി ബന്ധപ്പെട്ട ഒരു പുരുഷന്റെ രോഗം സന്ദർശിച്ചു. ആര്? ഉമ്മു ദർദാ റളിയല്ലാഹു അൻഹ. റജുലൻ മിൻ അഹ്ലിൽ മസ്ജിദ്, പള്ളിക്കാരിൽപ്പെട്ട ഒരു പുരുഷന്റെ, അൻസാരികളിൽപ്പെട്ട പള്ളിക്കാരിൽപ്പെട്ട ഒരു പുരുഷന്റെ രോഗം ഉമ്മു ദർദാ റളിയല്ലാഹു അൻഹ സന്ദർശിച്ചു എന്നാണ് ഇമാം ബുഖാരി ഫത്ഹുൽ ബാരിയിൽ 12-ാം വാല്യം 692-ാം പേജിൽ ഹദീസ് ഉദ്ധരിച്ചു. അപ്പൊ ഈ നിലക്ക് രോഗം സന്ദർശിക്കാൻ വേണ്ടി അന്യ സ്ത്രീ പുരുഷന്മാർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സന്ദർശിക്കാം, അത് ഹറാമില്ല. ഈ ഇസ്ലാമിക സാഹോദര്യം പുതുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്യ സ്ത്രീകളെ സന്ദർശിക്കാറുണ്ടായിരുന്നു. ഇസ്ലാമിക സാഹോദര്യം പുതുക്കാൻ ഞാൻ സംഭവം പറയാം. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു കാല, അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദാ ദഹബ ഇലാ ഖുബാ, റസൂലുള്ള ഖുബാ എന്ന സ്ഥലത്ത് പോവുകയാണെങ്കിൽ യദ്ഖുലു അലാ ഉമ്മു ഹറാമിൻ, ഉമ്മു ഹറാം എന്ന പെണ്ണിന്റെ അടുക്കൽ, സ്ത്രീയുടെ അടുക്കൽ പ്രവേശിക്കും.
ബിന്ദു മിൽഹാന്റെ മകൾ ഉമ്മു ഹറാം എന്ന പെണ്ണിന്റെ അടുക്കൽ പ്രവാചകൻ പ്രവേശിക്കാറുണ്ടായിരുന്നു. അപ്പൊ തുത്തേമുഹു, ആ സ്ത്രീ പ്രവാചകന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും. ഉക്കാനത്ത് ഉമ്മു ഹറാമിൻ തഹത്ത ഉബാദത്തുബ്നു സാമിത്തിന്റെ കീഴിലായിരുന്നു ഉമ്മു ഹറാം എന്ന സ്ത്രീ ജീവിച്ചിരുന്നതിന്. ഭർത്താവ് ഉബാദത്തുബ്നു സാമിത്തായിരുന്നു എന്ന അർത്ഥത്തിലാണ്. ഈ ഹദീസ് ഇമാം മാലിക് തന്റെ മുവത്ത 2-ാം വാല്യം 464-ാം പേജിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പൊ ഈ നിലക്ക് പ്രവാചകൻ ഇസ്ലാമിക സാഹോദര്യത്തിന്റെ പേരിൽ അന്യ സ്ത്രീകളെ സന്ദർശിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കല് പല പരാതികളുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ യുവതികൾ പോലും ചെല്ലാറുണ്ടായിരുന്നു. നബി അങ്ങോട്ട് സന്ദർശിക്കുക മാത്രമല്ല, നബിന്റെ അടുത്ത് ഇങ്ങോട്ടും യുവതികൾ വന്ന് സന്ദർശിക്കാറുണ്ടായിരുന്നു പല ആവശ്യത്തിനും. നബി പ്രവാചകൻ മാത്രമല്ല, ഭരണാധികാരിയും കൂടിയായിരുന്നല്ലോ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, അന്ന ജാരിയത്ത ബിക്രിൻ, ഒരു കന്യകയായ പെൺകുട്ടി അത്തത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകന്റെ അടുക്കൽ ചെല്ലുകയുണ്ടായി. ഫദക്കറത്ത്, അവൾ പറഞ്ഞു, അന്ന അബാഹ സവ്വജഹ വഹിയ കാരിഹത്ത്, അവൾ വെറുക്കുന്ന ഒരാൾക്ക് അവളുടെ ഉപ്പ അവളെ വിവാഹം ചെയ്തു കൊടുത്ത കാര്യം നബിയോട് ആക്ഷേപം പറഞ്ഞു, ആവലാതി പറഞ്ഞു. ഫഖയ്യറഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, റസൂലുള്ള അവൾക്ക് സ്വാതന്ത്ര്യം നൽകി, നിനക്ക് വേണമെങ്കിൽ നിന്റെ പിതാവ് വിവാഹം കഴിപ്പിച്ചവന്റെ ഒപ്പം പോകാം, അല്ലെങ്കിൽ അവനെ ഒഴിവാക്കാം, രണ്ടിലൊന്ന് സ്വീകരിക്കാം എന്ന് പറഞ്ഞതായിട്ട് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ഈ ഹദീസ് ഇമാം അഹ്മദ്, അബൂദാവൂദ്, ഇബ്നു മാജ ഒക്കെ ഉദ്ധരിച്ചിട്ടുണ്ട് ഈ ഹദീസ്. ഇസ്ലാമിക സാഹോദര്യത്തിന്റെ പേരില് പ്രവാചകൻ അന്യ പുരുഷന്മാരെടുത്ത് പോയിരുന്നു, അന്യ സ്ത്രീകളുമായി ബന്ധം പുലർത്തിയിരുന്നു. അതുപോലെ ഇസ്ലാമിന്റെ പേരില് പല സ്ത്രീകളും യുവതികളടക്കം പ്രവാചകന്റെ അടുക്കൽ വന്നിട്ട് പല കാര്യത്തിനും ആവലാതി ബോധിപ്പിച്ചിരുന്നു. നബി അവരിലേക്ക് നോക്കിയിരുന്നു, അവരുമായി സംസാരിച്ചിരുന്നു. ഇതിനൊക്കെ അർത്ഥം അല്ലാതെ നബി കണ്ണും കൂട്ടി കുത്തർക്കല്ലോ. നബി കണ്ണെട്ടിന്നൊന്നും ഇവിടെ ഒരു ഹദീസിലും ഇല്ല. പെണ്ണ് കണ്ണെട്ടിയിട്ടാണ് ചെന്നത്, മുഖംമൂടി ഇട്ടാണ് ചെന്നത്, അതുമില്ല. അപ്പോ അതുപോലെ സഹാബികളും, നബി മാത്രല്ല സഹാബികളും അന്യ സ്ത്രീകളുമായി ഇസ്ലാമിക ബന്ധം പുലർത്തിയിരുന്നു. അതും ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അതിലൊരു സംഭവം ഇമാം മുസ്ലിം ഉദ്ധരിച്ചൊരു സംഭവം ഇപ്രകാരം, അനസ് റളിയല്ലാഹു അൻഹു ഖാല, അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖാല അബൂബക്കർ ലി ഉമർ റളിയല്ലാഹു അൻഹു, അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ബഅദ വഫാത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അത് എപ്പോഴാ പറയുന്നത്? അല്ലാഹുവിന്റെ റസൂലിന്റെ മരണശേഷം. ഒരിക്കല് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറയാം, ഇൻതലിഖ് ബിനാ ഇലാ ഉമ്മി അയ്മൻ റളിയല്ലാഹു അൻഹ നസൂറുഹാ കമാ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസൂറുഹാ, നമുക്ക് ഉമ്മു അയ്മൻ എന്ന സ്ത്രീയുടെ അടുക്കൽ പോകാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാമിക സാഹോദര്യം പുതുക്കാൻ വേണ്ടി ആ സ്ത്രീയുടെ അടുക്കൽ പോകാറുണ്ടായിരുന്നു. അതുപോലെ നമുക്കൊന്ന് പോകാലോ എന്ന് പറയുകയും അവർ രണ്ടുപേരും പോവുകയും ചെയ്തു. ഫലമ്മ ഇൻതഹൈന, ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ഇലൈഹ ബക്കത്ത്, ഞങ്ങൾ ആ സ്ത്രീയുടെ അടുക്കൽ ചെന്നപ്പോൾ ബക്കത്ത്, അവൾ കരഞ്ഞുപോയി. ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസ്. എന്തിനാ കരഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ സന്ദർശിച്ചിരുന്ന ആ ഓർമ്മ വന്നു. ആ ഓർമ്മയില് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയും ഉമർ റളിയല്ലാഹു അൻഹുവിനെയും കണ്ടപ്പോൾ ആ സ്ത്രീ കരഞ്ഞുപോയി എന്നാണ് ഹദീസിലുള്ളത്. അപ്പൊ ഇതൊക്കെ ഹറാമൊന്നുമല്ല സഹോദരന്മാരെ, ഇതൊക്കെ വെറുതെ വിവരക്കേട് പറയാണ്. അതുപോലെ അന്യ പുരുഷന്മാരുടെ തെറ്റുകൾ വരെ സ്ത്രീകൾ തിരുത്തിയിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ അതില് പ്രധാനിയായിരുന്നു. അതുപോലെ അന്യ പുരുഷന്മാരുടെ തെറ്റുകള് സ്ത്രീകൾ തിരുത്തിയിരുന്നു, അന്യ സ്ത്രീകളുടെ തെറ്റുകൾ പുരുഷന്മാരും തിരുത്തിയിരുന്നു. അതിലൊന്നും അവർ തമ്മില് കാണുന്നതിനോ ബന്ധപ്പെടുന്നതിനോ ഒരു തടസ്സമില്ല ഇസ്ലാമില്. ആ വിഷയകരമായ ഒരു സംഭവം പറയാം. പുരുഷന്മാര് സ്ത്രീകളെ തിരുത്തിയ ഒരു സംഭവം. ഖൈസ് ഇബ്നു അബി ഹാസിം റളിയല്ലാഹു അൻഹു ഖാല, ദഖല അബൂബക്കർ അല ഇംറാത്തിൻ മിൻ അഹ്മസ് ഗോത്രത്തിൽപ്പെട്ട ഒരു പെണ്ണിന്റെ അടുക്കൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു കടന്നു ചെന്നു. നമുക്കിപ്പോ ഒരു അഭിപ്രായ പ്രകാരം ഒരാളോട് കടന്ന ഒരു പെണ്ണിന്റെ അടുത്ത് കടന്നെന്നാണ് ഹറാമ് എന്ന് പറയും പെട്ടെന്ന്. എന്തൊരാവശ്യം ഉണ്ടാവും? യുഖാലു ലഹാ സൈനബ്, ആ പെണ്ണിന് പറയപ്പെടുന്ന പേര് സൈനബ് എന്നാണ്. ലാ തതകല്ലം, ആ പെണ്ണ് കടന്നു ചെന്നപ്പോൾ സംസാരിക്കാത്ത അവസ്ഥയായിട്ട് കണ്ടു, മുണ്ടണില്ല പെണ്ണ്. ഫഖാല, അബൂബക്കർ റളിയല്ലാഹു അൻഹു അവളോട് ചോദിച്ചു, മാ ലഹാ ലാ തതകല്ലം,
എന്താ നീ സംസാരിക്കാത്തതെന്ന് ചോദിച്ചു. കാലു, അപ്പോൾ ജനങ്ങൾ പറഞ്ഞു, അവിടെ ഉള്ള ആൾക്കാർ പറഞ്ഞു, ഹജ്ജത്ത് മുസ്ലിത്തത്തെ നിശബ്ദമായിട്ട് ഹജ്ജ് ചെയ്യാൻ അവള് നേർച്ചയാക്കിയിട്ടുണ്ട്, സംസാരിക്കൂല. നമ്മള് നേർച്ച ഇസ്ലാമിലില്ല, നിശബ്ദമല്ലേ. കാലലഹ, അപ്പോൾ അവരോട് പറഞ്ഞു, തക്കല്ലുമി, നീ സംസാരിക്കണം. ഫൈനഹാദ ലാ യഹില്ലു ഹാദ ലാ യഹില്ലു, തീർച്ചയായും ഈ മിണ്ടാതിരിക്കുക എന്നുള്ളത് അനുവദനീയമല്ല. മറ്റുള്ള കാര്യം നീ നേർച്ചയാക്കിന് പോയിക്കോ, മിണ്ടാതിരിക്കുക എന്നുള്ളത് ഇസ്ലാമികല്ല. അത് അമലുൽ ജാഹിലിയ, ഇത് ജാഹിലിയ സമ്പ്രദായമാണ് ഇങ്ങനെ മിണ്ടാതിരിക്കുക എന്നുള്ളത്. അപ്പൊ തക്കല്ലമത്ത്, അങ്ങനെ അവർ സംസാരിച്ചു. കാലത്ത് അവൾ ചോദിച്ചു, മന്നൻത, താങ്കളാരാ? കാലം മിനൽ മുഹാജിരീന, ഞാന് മുഹാജിറുകളിൽപ്പെട്ട ഒരു മനുഷ്യനാണ്. അബൂബക്കർ അവരോട് പറഞ്ഞു. അപ്പൊ അങ്ങോട്ടോട് സംസാരിച്ചു, കണ്ട് സംശയമൊക്കെ തെറ്റി ഇത് ഇമാം ബുഖാരി ഉദ്ധരിച്ചായിരുന്നു. അതുപോലെ പുരുഷന്മാര് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിരുന്നത് പ്രവാചകന്റെ സാധാരണ സ്ത്രീകളെക്കാളും മര്യാദയും സാധാരണ സ്ത്രീകളെക്കാളും പെരുമാറ്റത്തില് ഇസ്ലാം ഖുർആനും ഹദീസൊക്കെ നിഷ്കർഷത നൽകിയ ആളുകളാണ് പ്രവാചകന്റെ ഭാര്യമാർ, ഉമ്മഹാത്തുൽ മുഅ്മിനാത്ത്. ആ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ ചെന്നിട്ടായിരുന്നു പുരുഷന്മാരൊക്കെ ദീനിയായ കാര്യങ്ങൾ അധികവും പഠിച്ചിരുന്നത്. ഹറാമാണി പോലാണ് ചെല്ലാൻ പറ്റൂല. അതാണ് ഞാൻ ചില സംഭവങ്ങൾ ഇവിടെ പറയാൻ. സഅദ് ഇബ്നു ഹിശാമിൻ റളിയല്ലാഹു അൻഹു ദഖല അലാ ഉമ്മിൽ മുഅ്മിനീന, സഅദ് ഇബ്നു ഹിശാം എന്ന സഹാബി, അൻഹു ദഖല അലാ ഉമ്മിൽ മുഅ്മിനീന ആയിഷ റളിയല്ലാഹു അൻഹ, മുഅ്മിനീങ്ങളുടെ മാതാവ് ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ അവർ പ്രവേശിച്ചു. കാല, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇന്നി ഉരീദു അൻ അസ്അലുകി, തീർച്ചയായും താങ്കളോട് ഒരു കാര്യം ചോദിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. എന്താണ്? അനിത്തബത്വലി, സന്യാസത്തെ കുറിച്ച്, വിവാഹം കഴിക്കാതെ സന്യാസം സ്വീകരിക്കുന്നതിനെ കുറിച്ച് താങ്കളോട് ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഫമാ തറൈന ഫീഹി, താങ്കൾ എന്താ അഭിപ്രായപ്പെടുന്ന ആ വിഷയത്തെ പറ്റി? ഞാൻ വിവാഹം കഴിക്കാതെ സന്യാസം സ്വീകരിച്ച് ആരാധനയിൽ മുഴുകാനാണ് ഉദ്ദേശിക്കുന്നത്. അതിനെ കുറിച്ച് സംശയം ചോദിക്കാനാണ് ഞാൻ വന്നിട്ടുള്ളത്. ഒരു അന്യ പുരുഷനാണ് ആയിഷ റളിയല്ലാഹു അൻഹയോട് പറയുന്നത്. കാലത്ത് അവർ പറഞ്ഞു, ഫലാ തഫ്അൽ, ഒരിക്കലും താങ്കൾ വിവാഹം കഴിക്കാതെ അങ്ങനെ ആരാധനയിൽ ചടഞ്ഞുകൂടരുത്. അമാ സമയത്തുല്ലാഹ അസ്സ വജല്ല യഖൂലു, അല്ലാഹു വിശുദ്ധ ഖുർആനിൽ അരുളിയത് താങ്കൾ കേട്ടിട്ടില്ലേ? എന്താ അരുളിയത്? വലഖദ് അർസൽനാ റുസുലൻ മിൻ ഖബ്ലിക, തീർച്ചയായും താങ്കൾക്ക് മുമ്പ് ഒരുപാട് ദൂതന്മാരെ നാം അയച്ചിട്ടുണ്ട്. വജഅൽനാ ലഹും അസ്വാജൻ വദുരിയതൻ, നാം അവർക്ക് സന്താനങ്ങളെയും ഭാര്യമാരെയും നൽകിയിട്ടുണ്ട്. പ്രവാചകന്മാരുടെയും സത്യവിശ്വാസികളുടെയും ചര്യ തബത്തുലല്ല, വിവാഹം കഴിക്കാതെ സന്യാസം സ്വീകരിക്കലല്ല, വിവാഹം കഴിച്ച് ജീവിക്കലാണ്, കുടുംബജീവിതമായിട്ട് മുന്നോട്ട് പോകലാണ്. എന്നാൽ സംശയത്തിന് മറുപടിയായിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ ആ പുരുഷനെ തിരുത്തി. നസായി ഉദ്ധരിച്ചിട്ടുണ്ട് ഹദീസ്. ഇമാം അഹമ്മദ് തന്റെ അൽ മുസ്നദ് 6-ാം വാല്യം 97-ാം പേജിലും ഈ ഹദീസ്. അതുപോലെ ആയിഷ റളിയല്ലാഹു അൻഹയോടുള്ള മറ്റൊരു ചോദ്യം, അൻ മസ്റൂഖ് അന്ന മസ്റൂഖ് അതാ മസ്റൂഖുൻ അല ആയിഷ റളിയല്ലാഹു അൻഹ ഖാല, അതാ മസ്റൂഖ് റളിയല്ലാഹു അൻഹു ചെന്നു ആയിഷ റളിയല്ലാഹു അൻഹ, ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ മസ്റൂഖ് എന്ന സഹാബി ചെന്നിട്ട് കാല ചോദിച്ചു, യാ ഉമ്മൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ മാതാവേ, ഹൽ റആ മുഹമ്മദുൻ റബ്ബഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ റബ്ബിനെ കണ്ടിട്ടുണ്ടോ? കാലത്ത് അവർ പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, അല്ലാഹു എത്ര പരിശുദ്ധൻ, മൻ ഹദ്ദസക അന്ന മുഹമ്മദൻ റആ റബ്ബഹു ഫഖദ് കദബ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ നാഥനെ കണ്ടിട്ടുണ്ട്, റബ്ബിനെ കണ്ടിട്ടുണ്ട് എന്ന് വല്ലവനും നിന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവൻ പറഞ്ഞത് നുണയാണ്, കളവാണ്. കളയത്ത് എന്തിന്റെ അടിസ്ഥാനത്തിലാ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത്? ഖുർആനിന്റെ അടിസ്ഥാനത്തില്. കളയത്ത് പിന്നീട് അവൾ ഓതി കേൾപ്പിച്ചു. എന്താ ഓതി കേൾപ്പിച്ചത്? ലാ തുദ്രികുൽ അബ്സാറു, കണ്ണുകൾ അവനെ പ്രാപിക്കൂല, കാണൂല. വഹുവ യുദ്രികുൽ അബ്സാർ, അവൻ കണ്ണുകളെ പ്രാപിക്കും. അപ്പൊ അള്ളാഹു ഇങ്ങോട്ട് കാണും, നമ്മൾ അങ്ങോട്ട് കാണൂല. ഈ ആയത്ത് ഉദ്ധരിച്ചിട്ട് ആ വാദത്തെ തിരുത്താണ് ചെയ്തത്. ഈ ഹദീസ് ഇമാം അഹ്മദ് ഉദ്ധരിച്ചിട്ടുണ്ട്. ഇബ്നു കസീർ തന്റെ തഫ്സീർ
4-ാം വാല്യം 251 പേജിനും ഉദ്ധരിച്ചിട്ടുണ്ട്. ഒരുപാട് പ്രമുഖരായ സഹാബികളുടെ തെറ്റുകൾ പോലും ആയിഷ റളിയല്ലാഹു തിരുത്തിയിട്ടുണ്ട്. ഇതൊക്കെ അന്യപുരുഷന്മാരുമായിട്ടുള്ള ബന്ധമാണ് നമ്മളിവിടെ ഉദ്ധരിക്കുന്നത്. കുടുംബത്തിൽ ആരോടെങ്കിലും സംസാരിച്ചതിനെ പറ്റിയല്ല ഈ സംഭവം. അന്യപുരുഷന്മാരും അന്യ സ്ത്രീകളും പ്രവാചകന്റെ കാലത്തും അതിന് ശേഷം ഉണ്ടായ സംഭവങ്ങളെ നമ്മൾ വിശദീകരിക്കുന്നത്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ തെറ്റുകൾ പോലും ആയിഷ റളിയല്ലാഹു അൻഹ തിരുത്തിയിട്ടുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞെന്താ, ഇന്നൽ മയ്യിത ലയുഅദബു ബിബുക്കായി അഹ്ലിഹി അലൈഹി, തീർച്ചയായും മയ്യത്തിന്റെ അവകാശികൾ ആ മയ്യത്തിന്റെ മരിച്ചതിന്റെ പേരിൽ കരഞ്ഞാൽ ആ മയ്യത്ത് ശിക്ഷിക്കപ്പെടും എന്നൊരു ഹദീസ് ഉണ്ട്. ഈ ഹദീസ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചപ്പോൾ, ഇത് നബി പറഞ്ഞതാണ് എന്ന് പറഞ്ഞപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ തിരുത്തുകയുണ്ടായി. ആയിഷ റളിയല്ലാഹു അൻഹയുടെ പ്രതികരണം ഇവിടെ പറഞ്ഞെന്താ, ഒരാൾ മരിച്ചു കഴിഞ്ഞാല്, ഒരു മുസ്ലിം കുടുംബത്തിലെ ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ പേരിൽ, മരിച്ചതിന്റെ പേരിൽ വല്ലവരും കരഞ്ഞാൽ ആ കരഞ്ഞതിന്റെ പേരിൽ മയ്യത്ത് ശിക്ഷിക്കപ്പെടും എന്നൊരു ഹദീസ് ഉണ്ട് എന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആയിഷയെ കേൾപ്പിച്ചപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹയുടെ പ്രതികരണം, വലാകിന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, താങ്കൾക്ക് തെറ്റുപറ്റിയതാണ്. നബി അതങ്ങനെയല്ല പറഞ്ഞത്. എന്താ പറഞ്ഞത്? വലാകിന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, പക്ഷേ നബി പറഞ്ഞ എന്താണ്? ഇന്നല്ലാഹ ലയസീദുൽ കാഫിറ, മുസ്ലിങ്ങളെ കുറിച്ചല്ല. കാഫിറിന് ഏതാനും ശിക്ഷ ഉണ്ട്, നിഷേധിക്ക്. ആ ശിക്ഷ അല്ലാഹു വർദ്ധിപ്പിക്കുന്ന, ഇന്നല്ലാഹ ലയസീദുൽ കാഫിറ അദാബൻ ബിബുക്കായി അഹ്ലിഹി, കാഫിറിന്റെ അവകാശികള്, കുടുംബങ്ങള്, ആ കാഫിർ മരിച്ചതിന്റെ പേരില് അവൻ കരഞ്ഞാൽ അവന് ശിക്ഷ അധികരിപ്പിക്കും എന്നാണ് നബി പറഞ്ഞത്. അല്ലാതെ മുസ്ലിം കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലും മരിച്ചാൽ, ആ മുസ്ലിങ്ങളിൽ ആരെങ്കിലും കരഞ്ഞാൽ അവർ ആ മയ്യത്ത് ശിക്ഷിക്കപ്പെടുന്നല്ല പറഞ്ഞത്. അള്ളാഹുവിനെ നിഷേധിച്ചതിന്റെ പേരിൽ, ധിക്കാരങ്ങൾ പ്രവർത്തിച്ചതിന്റെ പേരിൽ കാഫിറായി തീർന്നിട്ടുള്ള ആളുകൾ, അവർക്ക് വേണ്ടി അവരുടെ കുടുംബം കരഞ്ഞാൽ അവർക്ക് കൂടുതൽ ശിക്ഷ കിട്ടും എന്നാണ് ഈ ഹദീസിന്റെ താല്പര്യം എന്ന് പറഞ്ഞ് തിരുത്തുകയാണ് ആര് ചെയ്തത്? ആയിഷ റളിയല്ലാഹു അൻഹ ചെയ്തത്. ഈ സംഭവം ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോ അതുപോലെ ഒരുപാട് സംഭവങ്ങള് ആയിഷ റളിയല്ലാഹു അൻഹ തിരുത്തിയ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഒരു സംഭവം കൂടി പറയാം ഈ വിഷയത്തിന്റെ പേരിൽ വന്നിട്ടുള്ള, ഈ വിഷയത്തിൽ വന്നിട്ടുള്ള. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബദറിൽ വധിക്കപ്പെട്ട മുശ്രിക്കുകളോട് സംസാരിച്ചപ്പോൾ സഹാബികൾ അവർ കേൾക്കുമോ എന്ന് ചോദിച്ചു. അപ്പൊ നബിയുടെ മറുപടി, ഇന്നഹുമുല്ലാന യസ്മഊന മാ അഖൂലു, ഇത് ഇമാം ബുഖാരി ഉദ്ധരിച്ച, തീർച്ചയായും ഞാൻ ഇപ്പോൾ പറയുന്നവർ കേൾക്കുന്നുണ്ടാവും. ബദറിലെ പൊട്ടക്കിണറ്റിലിട്ട കുറെ മൃതശരീരങ്ങളിലെ, ബദർ യുദ്ധത്തില് മരിച്ച മുശ്രിക്കുകളുടെ മൃതശരീരമൊക്കെ ഒരു പൊട്ടക്കിണറ്റിലാട്ടിയിരുന്നത്. ആ പൊട്ടക്കിണറ്റിന്റെ അടുക്കൽ പോയി നബി അവരോട് സംസാരിച്ചു, അള്ളാന്റെ ശിക്ഷ എന്നൊക്കെ വന്നിട്ടില്ലേ എന്ന് നിനക്ക് നബി സംസാരിച്ചപ്പോൾ ആണെന്ന് ഒരു റിപ്പോർട്ടിൽ വന്നിട്ടുണ്ട്. ഏതായിരുന്നാലും സഹാബത്തിന്റെ ഒരു ചോദ്യം, നബി അവർ കേൾക്കുമോ? മരിച്ചതിന് ശേഷം, അപ്പൊ മരിച്ചതിന് സാധാരണ കേൾക്കൂലെന്ന് എന്ന് അവരുടെ വിശ്വാസം. അപ്പൊ നബി ഇങ്ങനെ പറഞ്ഞപ്പോ അവർക്കൊരു സംശയം, അവർ മരിച്ചാൽ കേൾക്കുമോ? അപ്പൊ നബി പറഞ്ഞു, ഇന്നഹുമുല്ലാന യസ്മഊന, അതായത് ഇപ്പോൾ അവർ കേൾക്കും. സാധാരണ അവർ കേൾക്കൂലെങ്കിലും ഇപ്പോൾ അവർ കേൾക്കുന്നുണ്ടായിരിക്കും. മാ അഖൂലു, ഞാൻ പറയുന്നത്. കാരണം എനിക്ക് മുഅ്ജിസത്തുള്ള, ആ നിലക്ക് കേൾപ്പിക്കാൻ കഴിയും. അത് നമ്മൾ നിഷേധിക്കേണ്ട ആവശ്യമില്ല. ഇത് പ്രവാചകന്റെ മരണശേഷം സമൂഹത്തിലെ ഈ വാർത്ത പരന്നപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ഇത് പറഞ്ഞ ആൾക്കാരോട് തിരുത്തിക്കൊണ്ട് പറഞ്ഞു, നബി അങ്ങനെയല്ല പറഞ്ഞത്. എന്താണ്? ഇന്നമാ ഖാലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി ഇത്ര മാത്രമാണ് അവരോട് പറഞ്ഞത്. ഇന്നഹുമുല്ലാന ലയഅലമൂന, തീർച്ചയായും ഇപ്പോൾ അവർ അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും, അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. എന്ത്? അന്നല്ലദീ കുന്തു അഖൂലു ലഹും ഹുവൽ ഹഖ്, ഞാൻ മുമ്പ് അവരോട് പറഞ്ഞത് സത്യമാണ് എന്നവർ അനുഭവത്തിലൂടെ അറിഞ്ഞിട്ടുണ്ടാവും. അതായത് ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. ആ പറഞ്ഞതിന്റെ അർത്ഥം അല്ലാതെ അവർ ചെവിയോണ്ട് കേൾക്കുന്നുള്ളതല്ലാന്ന്. സുമ്മ കറഹത്ത്, എന്തിന്റെ പേരിൽ ആയിഷ പറഞ്ഞ ഖുർആന്റെ അടിസ്ഥാനത്തില് സുമ്മ കറഹത്ത്, പിന്നീട് ആയിഷ റളിയല്ലാഹു അൻഹ സഹാബത്തിന് ഓതി കേൾപ്പിച്ചു, ഇന്നക ലാ തുസ്മിഉൽ മൗത, ശുദ്ധ ഖുർആൻ അത്. തീർച്ചയായും താങ്കൾ മരിച്ചവരെ കേൾപ്പിക്കൂല.
മരിച്ചവരെ കേൾപ്പിക്കാൻ നബിക്കും കഴിയൂല എന്ന്. ഇത് വേറെ ഖുർആനിൽ വന്നിട്ടുണ്ട്. ഒമാന്തബി മുസ്ലിം മംഫിൽ ഖുബൂർ, താങ്കൾ ഖബറിലുള്ളവരെ കേൾപ്പിക്കുന്നവരല്ല. നമ്മളെ വിഷയമല്ലാത്തതുകൊണ്ട് ഞാൻ അത് കടക്കുന്നില്ല. അപ്പൊ ഈ നിലക്ക് ആയിഷ റളിയല്ലാഹു അൻഹ ഒരുപാട് സഹാബികളെ തെറ്റ് അന്ധവിശ്വാസത്തിൽ നിന്നും ഒക്കെ വിലക്കിയിട്ടുണ്ട്, പല അബദ്ധങ്ങളും തിരുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് കല്യാണം പോലുള്ള ആഘോഷങ്ങളിൽ സ്ത്രീകൾക്ക് പുരുഷന്മാരെ സ്വീകരിക്കാം. ഇതിനൊക്കെ തെളിവുണ്ട്. ഇതൊക്കെ ഇവരെടുത്ത ഹറാമ. ഒരു അന്യപുരുഷൻ നമ്മുടെ വീട്ടിലേക്ക് കയറി വരെ അവൾക്ക് ഭക്ഷണം ഉണ്ടാക്കി, ആ വ്യക്തിക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുകൊടുക്കുക, ഇവരെടുത്തത് ഹറാമ. കാരണം ഇളച്ചിക്ക്, മൂത്തച്ഛന് ഇളച്ചി ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കാൻ പാടില്ല ഒരു പെരയില്. അതാണല്ലോ അവരെ ഹുക്കുമ്. പക്ഷെ പ്രവാചകന്റെ ചര്യ അതല്ല. നോക്കാം നമ്മള് സഹീഹ് ബുഖാരിയിലെ ഒരു അധ്യായം തന്നെ നോക്കുക. ബാബു ഖിയാമിൽ മർഅത്തി അലർ റിജാലി, സ്ത്രീ പുരുഷന്മാരെ സ്വീകരിക്കുന്ന അധ്യായം. ഫിൽ ഉർശി, കല്യാണത്തിന്. വഖിദ്മത്തുഹും ബിന്നഫ്സി, ആ സ്ത്രീ അവർക്ക് വേണ്ടി സേവനം ചെയ്യുന്ന അധ്യായം. അന്യ പുരുഷന്മാർക്ക് അന്യ സ്ത്രീ കല്യാണത്തിന് ഭക്ഷണം കൊണ്ടേ കൊടുത്ത് സേവനം ചെയ്യുന്ന അധ്യായം സഹീഹ് ബുഖാരിയില്. എന്തെങ്കിലും ഒന്ന് പഠിക്കണ്ടേ? നോക്കി നിങ്ങള്. ഒരു ഹദീസ് അൻ സഹീൽ റളിയല്ലാഹു അൻഹു, സഹീൽ റളിയല്ലാഹു അൻഹു പറയാ, ലമ്മാ അർസ അബൂ ഉസിയദു സായിദി റളിയല്ലാഹു അൻഹു വിവാഹിതനായപ്പോൾ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്ഹാബു, അദ്ദേഹം എന്ത് ചെയ്തു? പ്രവാചകനും കല്യാണത്തിന് ക്ഷണിച്ചു, സഹാബികളിൽ ക്ഷണിച്ചു. ഫലമ്മാ സനഅ ലഹും തുആമൻ, അങ്ങനെ അവർക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കിയപ്പോൾ, അല്ല ഫമാ സനഅ ലഹും തുആമൻ വലാ ഖറബഹു ഇലൈഹിം, അവർക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിട്ടില്ല, അത് അവരിലേക്ക് കൊണ്ടുപോയും കൊടുത്തിട്ടില്ല. ആരല്ലാതെ? ഇല്ലംറാത്തു, അദ്ദേഹത്തിന്റെ ഭാര്യ അല്ലാതെ. അപ്പൊ അദ്ദേഹത്തിന്റെ ഭാര്യയാണ് അബൂ സഈദ് അല്ല അവർക്ക് ഭക്ഷണം കൊണ്ടേ കൊടുത്തത്. അന്യ സ്ത്രീ ആയിട്ടുള്ള നബിക്കും സഹാബത്തിനും ഭക്ഷണം കൊണ്ടേ ഉണ്ടാക്കിയതും കൊണ്ടേ കൊടുത്തതാരാ? അദ്ദേഹത്തിന്റെ പുതിയുണ്ട്. നോക്കി നിങ്ങള്, ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസ, ഏതെങ്കിലും മാറോലല്ല. അപ്പൊ ഇതൊക്കെയാണ് ഇസ്ലാം. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ മദീനയിലേക്ക് ഹിജ്റ പോവുകയാണ്. ഒരു കൈക്കുഞ്ഞുമായിട്ട് ഒറ്റയ്ക്ക് ഹിജ്റ പോവുക. മക്കയിൽ നിന്ന് മദീനയിലേക്ക് 400 കിലോമീറ്റർ ദൂരം. ഒരു സ്ത്രീ ഒരു വാഹനപ്പുറത്ത് പോവുകയാണ്. ആരാ വഴി കാണിക്കുന്നത്? അത്ഭുതപ്പെടും നമ്മള്. ഉസ്മാൻ ഇബ്നു അബീ തൽഹ, അദ്ദേഹം പിൽക്കാലത്ത് മുസ്ലിമായി, അന്ന് മുശ്രിക്കാ അദ്ദേഹം. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ കൈക്കുഞ്ഞുമായി ഒറ്റക്ക് മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജ്റ പോയപ്പോൾ, കുറച്ച് ദൂരം നടന്നെത്തിയപ്പോൾ അദ്ദേഹത്തെ കാണുന്നത് ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ വാഹനത്തിന് മുന്നിൽ അദ്ദേഹം നടന്ന് പ്രവാചകന്റെ അടുക്കൽ എത്തിക്കുന്നത് വരെ ഈ മുശ്രിക്കായ മനുഷ്യന്റെ സംരക്ഷണത്തിലാണ് മദീനയിലേക്ക് ഹിജ്റ പോയത്. ചിന്തിക്കാണ്ടതൊക്കെ. എന്നിട്ട് നബി പറഞ്ഞ, നീ ഒരിക്കലും ഉസ്മാന്റെ ഒപ്പം പോകുന്നത് ശരിയായില്ല എന്ന് പ്രവാചകൻ പറഞ്ഞില്ല, ഒരു സഹാബിയും പറഞ്ഞില്ല. അപ്പൊ ഇതാണ് വിശ്വാസമാണ് ഇവിടെ. ഇതിങ്ങനെ വൈകാരികമായിട്ട് ഇങ്ങനെ പെണ്ണുങ്ങളെ പിടിക്കാനും അതിനുള്ള ചിന്തയായിട്ട് നടക്കലല്ലോ ഒരു മുസ്ലിം. ഒരു മുസ്ലിമിന്റെ അടുത്തതൊന്നും ഉണ്ടാവില്ല. അവന് അടക്കും ഒതുക്കും ഉണ്ടാവും. അവൻ ശാന്തനാണ്, അവന് തെറ്റാണെന്ന് വിശ്വസിക്കുന്നവനാ. ഇത് ഏത് കാര്യം ഈ ചിന്തയായിട്ട് നടക്കുന്ന ആൾക്കാർക്ക് ഇതൊക്കെ ഹറാമേക്കാരോ. അപ്പൊ ഈ നിലക്ക് നമ്മൾ കാര്യങ്ങൾ വീക്ഷിക്കേണ്ടത്. അപ്പോ അതുപോലെ യുദ്ധരംഗത്ത് ചിന്തിക്കാനില്ലേ, എല്ലാ യുദ്ധങ്ങളിലും പ്രവാചകൻ, തെളിവിന്റെ ആവശ്യമില്ല, അതിന് എല്ലാവർക്കും അറിയുന്നതാ. ഏത് യുദ്ധം എടുത്തു നോക്കി, പുരുഷന്മാരെ മുറിവ് കെട്ടാൻ ചിലപ്പോ വസ്ത്രം കൂടി ഉണ്ടാവില്ല പുരുഷന്മാർക്ക്. രണാങ്കണത്തില് കയ്യും കാലും മുറിഞ്ഞിട്ട് രക്തപങ്കിലമായ ശരീരങ്ങള് ഓരോരുത്തരെയും രണാങ്കണത്തിന്റെ പുറത്ത് കൊണ്ടുപോയി കെടുത്താണ്. വസ്ത്രം ഉണ്ടാവില്ല, കജ്ജ് മുറിഞ്ഞോല്, കാല് മുറിഞ്ഞോല്. ഇവരെ ശുശ്രൂഷിക്കുന്നതാരാ? പെണ്ണുങ്ങളാ. എന്റെ നബി ആണുങ്ങളെ നിശ്ചയിച്ചുകൂടായിരുന്ന? പുരുഷന്മാരെ ശുശ്രൂഷിക്കാൻ എന്തിനാ പ്രവാചകൻ പെണ്ണുങ്ങളെ തന്നെ നിശ്ചയിച്ച്? ഇതൊക്കെ ഇസ്ലാമിക സഹോദര്യ. അത് മനസ്സിലാക്കണം. ഒന്നും പഠിക്കാതെ വെറുതെ ദീനുൽ ഇസ്ലാം, അത് മുജാഹിദ എന്ന് പറഞ്ഞിട്ട് ദീനുൽ ഇസ്ലാമിന്റെ പേരിൽ കളവ് പറഞ്ഞ് നടക്കുന്ന ഒരു സമ്പ്രദായം, അത് ഒരിക്കലും ശരിയല്ല. നമ്മുടെ സഹോദരന്മാര് ഈ നിലക്ക് വളരെ ചിന്തിക്കേണ്ടതുണ്ട് എന്നാണ് നമുക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു സംഭവം,
എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ അതൊക്കെ നമ്മൾ പെട്ടെന്ന് ചിന്തിക്കൂല. ഹജ്ജും ഉംറയും ആണും പെണ്ണും ഒപ്പല്ലേ? അത് നബി പറയണ്ടേ? ആണുങ്ങൾ തവാഫ് ചെയ്തിട്ട് പെണ്ണുങ്ങൾ തവാഫ് ചെയ്താൽ മതി. ഒരു പെണ്ണിനെ തൊടാതെ ഏത് പുരോഹിതനാ അല്ലെങ്കിൽ ഏത് നേതാവിനാ ഒരു പെണ്ണിനെ തൊടാതെ തവാഫ് പൂർത്തിയാക്കാൻ കഴിയുക? എങ്ങനെയെങ്കിലും ഒക്കെ തോടും. കാരണം അത് കൂട്ടായിട്ടാ. പ്രവാചകൻ പറയണ്ടേ ആണുങ്ങളെ തവാഫ് കഴിഞ്ഞിട്ട് പെണ്ണുങ്ങളെ തവാഫ് ചെയ്താൽ മതി എന്ന് പറഞ്ഞോ? അപ്പൊ ഇതൊക്കെ പറഞ്ഞാല് നമ്മളെ മനസ്സ് നിയന്ത്രിക്കും. അതാണ് വേണ്ടത്. അതല്ലാതെ നമ്മളില്ലാത്ത കുറെ നിയന്ത്രണങ്ങൾ, ഇസ്ലാമിലില്ലാത്ത കുറെ തീവ്രവാദം കൊണ്ടുവന്നിട്ട് അത് ഇസ്ലാമാണെന്ന് പ്രചരിപ്പിക്കുമ്പോൾ ജനങ്ങൾ ഇസ്ലാമിനെ തെറ്റിദ്ധരിക്കും. ഇവരെ കൊണ്ടാണ് ഈ തീവ്രവാദമൊക്കെ പൊന്തുന്നത്. ഈ ജാതി തീവ്രവാദികൾ. ഇസ്ലാമിന് മര്യാദയുള്ള മത, അതിനെ നാശപ്പെടുത്തുന്നതും നന്നാക്കുന്നതും നമ്മളാ, മുസ്ലിങ്ങളാ. നമ്മൾ നന്നായെങ്കിലേ സമൂഹം നമ്മളെ നന്നായി എന്ന് പറയുള്ളൂ. നമ്മൾ മോശമാകുമ്പോൾ സമൂഹം നമ്മളെ മോശമാക്കും. അതുകൊണ്ട് ഇസ്ലാമിന്റെ പേരിൽ പറയുമ്പോൾ തെളിവിന് പ്രാമുഖ്യം നൽകണം. അന്ധവിശ്വാസത്തിനും അനാചാരത്തിനുമല്ല പ്രാമുഖ്യം നൽകേണ്ടത് ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കുന്ന ഭക്തന്മാരിൽ. അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ.